പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കുകയില്ല. നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചും നാവ് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചും പ്രഭാഷകൻ സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് അദ്ദേഹം പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ കുറ്റമറ്റവനായി ജീവിക്കാനായിട്ട് സാധിക്കും. കുറ്റമില്ലാത്ത നാവ് കുറ്റമില്ലാത്ത ജീവിതം നമുക്ക് നൽകുന്നു. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നേർമയോടുകൂടെ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നേരോടുകൂടെ സംസാരിക്കണം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിധിക്കുന്ന രീതി നല്ലതല്ല. എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ലത് പറയുകയും ചെയ്യുക. നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയെ അയാൾക്ക് മേന്മയുണ്ടാകുന്ന, ആത്മീയമായ ഉത്കർഷം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ തന്നെയും ആത്മീയമായ ഉത്കർഷം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കുറ്റമറ്റ സംസാരം നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കുറ്റമില്ലാത്ത ജീവിതം ഉണ്ടാകും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കുറ്റമില്ലാത്ത നാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.